നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നത്തേതുപോലെ തന്നെ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞാണ് വോട്ടെണ്ണൽ നടന്നത്. അന്ന് വോട്ടെണ്ണലിന്റെ ഏകദേശം 3 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം അന്ന് പറഞ്ഞു, ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും. വാസ്തവത്തിൽ അതിനു മുമ്പുള്ള ഒരു ധാരണ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒട്ടേറെ അഴിമതി ആരോപണം ഉണ്ടാകുകയും അതിനുശേഷം അതിനു മുമ്പുണ്ടായ പ്രളയം, കോവിഡുള്ള തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വേണ്ട പോലെ സർക്കാർ ഇടപെട്ടില്ല എന്നുള്ളതിൽ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴേ വാസ്തവത്തിൽ അങ്ങനെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല, കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായിട്ട് 2 മുന്നണികളും മാറി മാറി ഭരിക്കുന്നതുകൊണ്ട് 2021 UDF തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും അത്ഭുതപ്പെടുത്തി. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ള എല്ലാവരും ചിന്തിച്ചെങ്കിലും പിണറായി വിജയൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് അന്ന് പ്രതിപക്ഷം മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. കാരണം അധികാരം കിട്ടുമെന്ന് ഉറപ്പായിട്ട് പ്രതിപക്ഷത്തെ നേതാക്കളൊക്കെ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതേക്കുറിച്ച് പത്രലേഖകർ പറഞ്ഞു, ഇങ്ങനെ പ്രതിപക്ഷം മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ 2-3 ദിവസം കൂടെ ആ സന്തോഷത്തിൽ അങ്ങ് കഴിഞ്ഞോട്ടെ, പരിഹാസ രൂപത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയായി. 99 സീറ്റുമായി LDF അധികാരത്തിൽ തിരിച്ചു വന്നു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നു, UDF തിരിച്ചു വരും, നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരും. അതേ ആധികാരികതയോടെ, അതേ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ഇന്ന് മാത്രമല്ല, അദ്ദേഹം കുറെ കൂടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, കാസർഗോഡ് നിന്ന് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ എറണാകുളത്ത് എത്തുമ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കും. അദ്ദേഹം പറഞ്ഞു, തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നല്ല ഭൂരിപക്ഷം കിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 3 ജില്ലകളിലും 1 സീറ്റോ 2 സീറ്റോ മാത്രമാണ് കിട്ടിയിരുന്നത്. ഇത്തവണ 6-7 സീറ്റ് വരെ ഓരോ ജില്ലയിലും കിട്ടുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതായത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ശ്രീ വി.ഡി. സതീശൻ പറയുന്നു. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും അവകാശവാദം ഉന്നയിക്കും, ആരും തോക്കുമെന്ന് പറയത്തില്ല, തോക്കുമെന്ന് തോന്നിയാൽ പോലും പറയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്ര തികഞ്ഞൊരു ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് ആദ്യം ഞാൻ കേൾക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു നേതാവ് ആദ്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് ഇത്തവണയാണ്. അപ്പൊ വി.ഡി. സതീശൻ എന്തുകൊണ്ടത് കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം അത്രത്തോളം അടിത്തട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിച്ച് UDFന്റെ വോട്ടുകൾ എങ്ങോട്ട് മാറിപ്പോയെന്ന് കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പല വിധത്തിൽ ശ്രമിച്ചു. അതൊക്കെ വിജയം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, UDFൽ നിന്ന് അകന്നുപോയ ആൾക്കാരെ ഒറ്റയ്ക്ക് ഞങ്ങൾ കണ്ട് അവരെ എല്ലാം തിരിച്ച് UDFലേക്ക് കൊണ്ടുവന്നു. അതാണ് എന്റെ ആത്മവിശ്വാസം എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചു. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ഉണ്ടാക്കാൻ ചിലരൊക്കെ ശ്രമിച്ചെങ്കിലും അതൊക്കെ പെട്ടെന്ന് തണുപ്പിച്ചു. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് UDF തെരഞ്ഞെടുപ്പിൽ പോയ അത്യപൂർവമായ ഒരു ഘട്ടമായിരുന്നു ഇത്തവണ. അപ്പൊ ഇതെല്ലാം ആയിരിക്കണം ഒരു കാരണം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇത്ര കൃത്യമായ രീതിയിൽ വിജയിക്കുമെന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്ര കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അത് അദ്ദേഹം പറഞ്ഞതാണോ ശരിയാവുക, അതോ ഇനി പിണറായി വിജയൻ ഇനിയും ഇതുവരെ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് ശേഷം അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല, വാതുറന്നിട്ടില്ല. അപ്പം അദ്ദേഹം ഇനി എന്താണ് പറയാൻ പോകുന്നത് കാത്തിരിക്കണം. അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു അവകാശവാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ പോളിംഗ് ദിവസം അങ്ങേയറ്റം ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞതായി മാറും. എന്തായാലും ആരാണ് ശരി എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.